ഹലോ ഓൾ, വെൽക്കം ടു PSC മെന്റർ. നമ്മുടെ LDC എക്സാം അടുത്ത് വന്നുകൊണ്ടിരിക്കുക അല്ലേ? അപ്പൊ എല്ലാവരും നമ്മളോട് പറയുന്ന ഒരു സംഭവം ഉണ്ട്, എന്താ? സ്മാർട്ടായിട്ട് പഠിക്കുക, സ്മാർട്ട് സ്റ്റഡി. അത് മാത്രമല്ല, നമ്മുടെ എക്സാമിനെ മനസ്സിലാക്കി അറിഞ്ഞ് പഠിക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് എന്താ അവർ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്ന സബ്ജക്റ്റുകളുടെ അല്ലെങ്കിൽ മാർക്കിന്റെ വെയിറ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇനി അങ്ങോട്ട് നമ്മൾ പഠിച്ചു പോകാൻ, അല്ലെ? അങ്ങനെ ആ വെയിറ്റേജ് നോക്കുമ്പോഴത്തേക്കിനും വലിയൊരു ശതമാനം കൊണ്ടുപോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് അഫെയർ ആയിട്ട് തന്നെ ചോദിക്കാം, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാറ്റിക് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ചോദിക്കാം. അങ്ങനെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ ഇത് എവിടുന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം നമുക്ക് അറിഞ്ഞുകൂടാ. കടൽ പോലെ കിടക്കുകയാണ് അല്ലേ? അപ്പോൾ ഇനി ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഈ ഒരു സീരീസ്, PSC മെന്ററിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈ സീരീസ് എന്താ ഇതിന്റെ പ്രത്യേകത? നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ എക്സാം വരുന്ന ദിവസം വരെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെങ്കിൽ, ഇനി നമ്മൾ കേരളം പഠിക്കും, സ്കീമുകൾ പഠിക്കും, പ്രധാനപ്പെട്ടിട്ടുള്ള വിയോഗങ്ങൾ, ആ ഒരു ആളുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അങ്ങനെ നമ്മുടെ എക്സാമിന് ആവശ്യം വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സബ്ജക്റ്റ് വൈസ് ആയിട്ട് വിഷയങ്ങൾ തിരിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവർക്കും അറിയാം LDC എക്സാമിന് ഇപ്പോൾ 2024 പരീക്ഷ നടക്കുന്നതെങ്കിൽ 2024 കാര്യങ്ങൾ തന്നെ ചോദിച്ചോളണം എന്നില്ല അല്ലേ? 2023 ചിലപ്പോഴൊക്കെ 22 ഒക്കെ കയറി വരാറുണ്ട് അല്ലേ? ഇന്ന് നമ്മൾ 2023 നടന്നിട്ടുള്ള ഇന്ത്യയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട കുറച്ചധികം കറണ്ട് അഫയേഴ്സ് ആണ് കവർ ചെയ്ത് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇത്രയും സമയം നിങ്ങൾ കണ്ടതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ സമയം വേസ്റ്റ് ആവില്ല. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം കറണ്ട് അഫയേഴ്സാണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എക്സാം ഒക്കെ അടുത്ത് തുടങ്ങി, ഇനി നമുക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നോക്കാം, ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ എക്സാമിന് ആവശ്യം വരുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. എൻ്റെ പേര് ഋതുനന്ദ എന്നാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് 108ാമത് സയൻസ് കോൺഗ്രസിനെ കുറിച്ചാണ്. 108ാമത് സയൻസ് കോൺഗ്രസ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ശാസ്ത്ര വിഷയങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീ പങ്കാളിത്തം എന്ന് പറയുന്നത് എപ്പോഴും ചർച്ചയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഈ സയൻസ് പോലുള്ള കാര്യങ്ങൾ പൊതുവെ പുരുഷന്മാരുടെ കുത്തക എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് മേഖലകൾ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് കുറേശ്ശെ മാറി വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സ്ത്രീ പങ്കാളിത്തം സയൻസിലും അതുപോലെ തന്നെ ടെക്നോളജി പരമായിട്ടുള്ള വിഷയങ്ങളിലുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പദ്ധതികളും ഒരുപാട് പ്രവർത്തനങ്ങളും രാജ്യത്തും ലോകത്തുടനീളവും നടന്നു വരുന്നുണ്ട്. അപ്പൊ ഇത്തവണത്തെ 108ാമത് സയൻസ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയവും അത് തന്നെയാണ്. എന്താണ് ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത്? സ്ത്രീ ശാക്തീകരണത്തോടൊപ്പം സുസ്ഥിര വികസനത്തിനായുള്ള ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്നുള്ളതാണ്. അതായത് സയൻസ് വന്നു, ടെക്നോളജി വന്നു, ഈ രണ്ട് കാര്യങ്ങളിലുമുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം, അതാണ് ഇത്തവണത്തെ പ്രമേയം. ഇത്തവണ മീൻസ് 2023 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 2023 108ാമത് സയൻസ് കോൺഗ്രസിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാഗ്പൂരിലാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നാഗ്പൂരില് ഈ ഒരു 108ാമത് സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ പണ്ട് ഇപ്പൊ നടക്കുന്ന പോലെയല്ല, മുമ്പ് കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ സയൻസ് പോലെയുള്ള വിഷയങ്ങളിലേക്ക് കടന്നു വരുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അത്തരത്തില് ഒരുപാട് അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് വനിതകളെ ആ ഒരു സദസ്സിൽ അവർ ആദരിക്കുകയുണ്ടായി. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെ ആദരിക്കുകയുണ്ടായിട്ടുള്ള മലയാളി വനിതകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. ആരൊക്കെയാ നോക്കിക്കേ, ആരൊക്കെയാ മലയാളി വനിതകൾ? മേരി പുന്നൻ ലൂക്കോസ്, ജാനകി അമ്മാൾ, അന്ന മണി എന്നിവരാണ്. അന്ന മണി എന്നിവരെയാണ് 108ാമത് സയൻസ് കോൺഗ്രസിന്റെ വേദിയിൽ ആദരിച്ചിട്ടുള്ള വനിതാ ശാസ്ത്രജ്ഞന്മാർ എന്നുള്ളത്. ഇവരെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവരൊക്കെ ആരായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം അല്ലേ? മേരി പുന്നൻ ലൂക്കോസ് ആരാണ്? മേരി പുന്നൻ ലൂക്കോസ് ആദ്യത്തെ ഇന്ത്യൻ സർജൻ ജനറൽ ആണ്. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ സർജൻ ജനറൽ ആയിട്ടുള്ള വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജാനകി അമ്മാൾ ആരാണ്? ജാനകി അമ്മാൾ ഒരു ബൊട്ടാനിസ്റ്റ് ആണ്. അപ്പൊ ബോട്ടണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത്. ഇനി അന്നാമണി ഒരു ഫിസിസ്റ്റ് ആണ്. അതേപോലെ തന്നെ കാലാവസ്ഥാ പഠനത്തിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. മെറ്റീരിയോളജിസ്റ്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു കാലാവസ്ഥാ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ടാണ് അവർ വിരമിച്ചിട്ടുള്ളത്. അതൊക്കെയാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ മേരി പുന്നൻ ലൂക്കോസ് ഇന്ത്യയിലെ ആദ്യത്തെ സർജൻ ജനറൽ ആണ്. ജാനകി അമ്മാൾ ബൊട്ടാണിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അന്നാമണി എന്ന് പറയുന്നത് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലുള്ള പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ആളാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ട് വിരമിച്ചിട്ടുള്ള ആളുമാണ്. ഓക്കെ, ഇനി അടുത്ത
നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറയുന്നത് ആരോഗ്യ മൈത്രിയാണ്. ആരോഗ്യ മൈത്രി എന്താണ്? ആരോഗ്യ മൈത്രി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്കീമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 1-2 കീവേഡുകൾ നമ്മൾ ഓർത്ത് വെച്ചേക്കണം. എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ നിന്നും വികസ്വര രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഡെവലപ്പിംഗ് നാഷൻസിന് വേണ്ടിയിട്ട് നൽകുന്ന മെഡിക്കൽ എയ്ഡ് ആണ് ആരോഗ്യ മൈത്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആരോഗ്യ മൈത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി ദുരന്തങ്ങളിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിസന്ധികൾ കാരണമോ ഒക്കെ ബുദ്ധിമുട്ടുന്ന വികസ്വര രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ നൽകുന്ന മെഡിക്കൽ സപ്ലൈ ആണ് ആരോഗ്യ മൈത്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ ആരോഗ്യ മൈത്രി? ഇന്ത്യ നൽകുന്നതാണ്. ആർക്കാ നൽകുന്നത്? ഡെവലപ്പിംഗ് നാഷൻസിന്. അതൊക്കെയാണ് തെറ്റിപ്പോകുന്നത്, വികസ്വര രാജ്യങ്ങൾക്ക്. ഓക്കെ, എന്താണ് നൽകുന്നത്? മെഡിക്കൽ എയ്ഡ് ആണ്, മെഡിക്കൽ സപ്ലൈ നൽകുന്ന ഒരു പദ്ധതിയാണ് ആരോഗ്യ മൈത്രി എന്ന് പറയുന്നത്. ഇനി ആരോഗ്യ മൈത്രി ക്യൂബ് എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്ത് പോവുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതേപ്പറ്റി ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്താണ് ആരോഗ്യ മൈത്രി ക്യൂബ് എന്നറിയുന്നവര് കമന്റ് ചെയ്ത് പോവുക. ഓക്കെ, അടുത്ത ഫാക്ട് നോക്കാം. തരംഗ് മെയിൽ സർവീസ് ആണ്. തരംഗ് മെയിൽ സർവീസ് എന്താണിത്? കടൽ മാർഗമുള്ള, അതായത് ജലത്തിലൂടെയുള്ള പാഴ്സൽ സർവീസുകൾ, പാഴ്സലുകൾ, മെയിലുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കടൽ മാർഗം എത്തിക്കുക എന്നുള്ള പോസ്റ്റൽ വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് തരംഗ് മെയിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് തരംഗ് മെയിൽ സർവീസ്? തരംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേവ് ആണ് അല്ലെ, വേവുകളാണ്. അപ്പൊ അത് കടൽ മാർഗമാണ്, കടലിലാണല്ലോ വേവ് ഉള്ളത്. അപ്പൊ കടൽ മാർഗമുള്ള പാഴ്സലുകളും മെയിലുകളും എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. അപ്പൊ ഇത് പ്രകാരം ഏകദേശം ഒരു 6-7 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മെയിലുകളും പാഴ്സലുകളും ഒക്കെ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് എത്തും എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത. അപ്പൊ സമയപരിമിതി ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു പുതിയ സംരംഭം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത കാര്യം, മിഷ്ടി. എന്താണ് മിഷ്ടി? മിഷ്ടി എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കൂടെ ചോദ്യങ്ങൾ വരാൻ പറ്റുന്ന ഒരു മേഖലയാണ്. നമുക്ക് വനം, വന്യജീവി സംരക്ഷണം അതേ പറ്റിയിട്ടൊക്കെ ചോദ്യങ്ങൾ പൊതുവെ ചോദിച്ചു കാണാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് മിഷ്ടി? മിഷ്ടി എന്ന് പറയുന്നത് മാംഗ്രോവ്, അതായത് കണ്ടൽ കാടുകളുടെ സംരക്ഷണാർത്ഥമുള്ളതാണ്. ഏകദേശം 540 കിലോമീറ്റർ സ്ക്വയറോളം ദൂരത്തിലുള്ള കണ്ടൽ കാടുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ എന്താണ് മിഷ്ടി? മാംഗ്രോവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റൻസ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകം എന്നുള്ളതാണ് ഈ മിഷ്ടി എന്നുള്ള ഒരു ചുരുക്കെഴുത്തിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താണ്? മാംഗ്രോവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റൻസ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫുൾ ഫോം നോക്കി വെച്ചേക്കുക. അങ്ങനെയും ചോദിക്കാറുണ്ട് പൊതുവെ, ഇങ്ങനെ ഫുൾ ഫോം തന്നിട്ടൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് എന്താണ് അതിന്റെ ചുരുക്കെഴുത്ത്, അല്ലെങ്കിൽ ചുരുക്കെഴുത്ത് തന്നിട്ട് എന്താണ് അതിന്റെ ഫുൾ ഫോം, ഇങ്ങനെയൊക്കെ ചോദിച്ചു കാണാറുണ്ട് അല്ലെ. അപ്പോൾ എന്താണ് മിഷ്ടി? മിഷ്ടി എന്ന് കണ്ടാൽ നമ്മൾ ഓർക്കണം കണ്ടൽക്കാടാണ് എന്നുള്ള കാര്യം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതുകൂടെ നോക്കി വെച്ചേക്കണം. കേന്ദ്ര ബഡ്ജറ്റ് പ്രകാരം വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്, കണ്ടൽക്കാടുകളുടെ സംരക്ഷണാർത്ഥം വന്നിട്ടുള്ള പദ്ധതിയാണ് മിഷ്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ ഫോം നോക്കുക. മാംഗ്രോവ് ഇനിഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റൻസ് ആൻഡ് ടാഞ്ചിബിൾ ഇൻകംസ് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പദ്ധതിയും ഏകദേശം എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയുള്ളതാണ്. എന്താണ്? ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. ആരവല്ലി മലനിരകളുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതമാണ് അല്ലെ. ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള പർവ്വത നിരയാണ് ആരവല്ലി നിരകൾ എന്ന് പറയുന്നത്. ഈ ആരവല്ലി നിരകളിലുള്ള പ്രകൃതിയുടെ സംരക്ഷണാർത്ഥം വന്നിട്ടുള്ള പദ്ധതിയാണ് ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി എന്ന് പറയുന്നത്. ആരവല്ലി നിരകളെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള പുതിയ പദ്ധതിയാണ് ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. ഓക്കെ, അപ്പൊ ആരവല്ലി നിരകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആരവല്ലി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള പർവ്വതനിരയാണ്. ഓക്കെ, അപ്പോൾ ആ പർവ്വതനിരയിലുള്ള പ്രകൃതിയുടെ നാശത്തിനെതിരെ വന്നിട്ടുള്ള പദ്ധതിയാണ് ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. ഇവിടെ ഞാൻ ഒട്ടുമിക്ക എല്ലാ ഫാക്റ്റുകളും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഇത്തരത്തിലുള്ള ഫാക്ട് പഠിക്കാനായിട്ട് ഇനി നിങ്ങൾ സമയം ചെലവഴിക്കരുത്. ഈ വീഡിയോ നിങ്ങൾ കാണുവാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയം കൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോകണം. ഇനി ഇതിനു വേണ്ടി സമയം ചെലവഴിക്കരുത്. അപ്പൊ എന്തെങ്കിലും എഴുതിയെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ നോട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾ എഴുതിയെടുത്ത് പോവുക, അല്ലെങ്കിൽ ക്ലാസ് കേട്ട് ഇപ്പൊ തന്നെ ഈ സംഭവം അങ്ങ് പഠിച്ചു പോവുക. ഓക്കെ, അടുത്ത ഫാക്ട് നോക്കാം. തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള കേരളത്തിലെ മിനിമം ദിവസവേതനം എത്രയാക്കി പുതുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. 2023 കണക്കുകൾ പ്രകാരം 333 രൂപയാണ് കേരളത്തിലെ മിനിമം ദിവസവേതനം എന്ന് പറയുന്നത്. അപ്പൊ 2023 22 രൂപ കേരളത്തിൽ വർദ്ധിപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ 333 എന്ന് പറയുന്ന ഒരു
സംഖ്യയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും 2024 എത്രയാണ്? 346 രൂപയാണ് 2024 കേരളത്തിലെ ആ ഒരു കണക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിച്ചു പോകേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണത്? ഹരിയാനയിലാണ് ഏറ്റവും ഉയർന്ന മിനിമം ദിവസവേതനമുള്ളത്. ഹരിയാനയിലാണ് ഏറ്റവും ഉയർന്ന മിനിമം ദിവസവേതനമുള്ളത്. എത്രയാണ്? 357 രൂപയാണ് അന്നത്തെ കണക്കുകൾ പ്രകാരം. 2023 ഹരിയാനയില് 357 ആണ്. 2024 ഏറ്റവും കൂടുതൽ മിനിമം ദിവസവേതനമുള്ളത് ഹരിയാനയിൽ തന്നെയാണ്. ഓക്കെ, ആ ഒരു ഫാക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? 2023 കേരളത്തിൽ 333 രൂപയാണ് മിനിമം ദിവസവേതനം. 2024 346 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദിവസവേതനമുള്ളത് ഹരിയാനയിലാണ്. 357 ആയിരുന്നു അത്. ഇപ്പോഴും ഹരിയാനയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മിനിമം ദിവസവേതനം. ഓക്കെ, 374 രൂപയായിട്ടുണ്ട്. 374 രൂപയാണ് ഹരിയാനയിലുള്ള മിനിമം ദിവസവേതനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് മഹാരാഷ്ട്രയുടെ സ്വച്ഛ് മുഖ് അഭിയാൻ, ക്ലീൻ മൗത്ത് മിഷൻ. എന്താണ് സ്വച്ഛ് മുഖ് അഭിയാൻ? ആളുകളുടെ ഓറൽ ഹെൽത്തിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിലവിൽ വന്നിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ത്? മഹാരാഷ്ട്രയുടെ സ്വച്ഛ് മുഖ് അഭിയാൻ അല്ലെങ്കിൽ ക്ലീൻ മൗത്ത് മിഷൻ എന്നുള്ളത്. ഇവിടെ നമ്മൾ നോക്കുന്ന കറണ്ട് അഫയേഴ്സ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പദ്ധതിയുടെ സ്മൈൽ അംബാസഡർ ആയിട്ട് നിയമിതനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ആരാണത്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഓക്കെ, സച്ചിൻ ടെണ്ടുൽക്കർ ആണ് മഹാരാഷ്ട്രയുടെ ക്ലീൻ മൗത്ത് മിഷൻ എന്നുള്ള ഒരു പദ്ധതിയുടെ അംബാസഡർ ആയിട്ട് നിയമിതനായിരിക്കുന്നത്. ഓക്കെ, എന്താണ്? സ്മൈൽ അംബാസഡർ ആയിട്ട് നിയമിതനായിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഓറൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ സ്മൈല് വേണമല്ലോ. നല്ലൊരു ഓറൽ ഹെൽത്ത് ഉണ്ടെങ്കിലാണ് നമ്മൾ നന്നായിട്ട് സ്മൈൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് സ്മൈൽ അംബാസിഡർ എന്നുള്ളത് നോക്കി വെക്കാം. ഓക്കെ, അടുത്ത ഫാക്ട് പഠിക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോജക്ട് ടൈഗറിനെ കുറിച്ചാണ്. എന്താണ് പ്രോജക്ട് ടൈഗർ? നമുക്കറിയാം, ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് ആദ്യം സിംഹമായിരുന്നു അല്ലെ. 1972 ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് കടുവയായിട്ട് മാറുന്നത്. ഓക്കെ, 1972 നമ്മുടെ ദേശീയ മൃഗം നാഷണൽ അനിമൽ ടൈഗർ ആവുന്നത്, കടുവയാവുന്നത്. അങ്ങനെ 1972 ദേശീയ മൃഗത്തെ പ്രഖ്യാപിച്ചു. അപ്പൊ പിന്നെ ഈ ദേശീയ മൃഗത്തെ നമുക്ക് സംരക്ഷിക്കണ്ടേ? സംരക്ഷിക്കണം. അങ്ങനെ കടുവകളുടെ സംരക്ഷണാർത്ഥം നിലവിൽ വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്നത്. എപ്പോ വന്നു? 1973 വന്നു. 1973 വന്നു. എവിടെ വന്നു? ഉത്തരാഖണ്ഡിലുള്ള ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ വന്നു. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ് പ്രോജക്ട് ടൈഗർ ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. ഏത് വർഷത്തില്? 1973. ഇതിങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം. 72 ദേശീയ മൃഗമാക്കി, 73 പ്രോജക്ട് ടൈഗർ വന്നു. ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് എന്നുള്ളതും കൂടെ നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ പ്രോജക്ട് ടൈഗർ വന്നു. ഇവിടെ നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്താ പഠിക്കാനുള്ളത്? 2023 50 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ മൃഗസംരക്ഷണ പരിപാടി ഏതാണ്? പ്രോജക്ട് ടൈഗർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. കറണ്ട് അഫയേഴ്സ് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ അല്ലാത്ത വിഷയങ്ങളിലും കൂടെ GK-യിലും കൂടെ ഇതിങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ഈ പ്രോജക്ട് ടൈഗറിന് 50 വർഷമായില്ലേ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ അവർക്ക് വേണമെങ്കിൽ പ്രോജക്ട് ടൈഗർ എപ്പോൾ വന്നുവെന്നോ എവിടെ വന്നുവെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ പ്രോജക്ട് ടൈഗർ എന്താണെന്ന് മനസ്സിലായല്ലോ. 2023 50 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ പദ്ധതി. അങ്ങനെയാണിത് കറണ്ട് അഫയേഴ്സിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ഫാക്ട് നോക്കാം. അടുത്തതായിട്ട് 2023 റിപ്പബ്ലിക് ദിനത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് 2023 റിപ്പബ്ലിക് ഡേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ? ആദ്യമായിട്ട് പ്രമേയം. റിപ്പബ്ലിക് ഡേയുടെ പ്രമേയം എന്തായിരുന്നു 2023? ജനങ്ങളുടെ പങ്കാളിത്തം എന്നുള്ളതാണ്. എന്താണ്? ജനങ്ങളുടെ പങ്കാളിത്തം എന്നുള്ളതാണ്. ഓരോ റിപ്പബ്ലിക് ഡേക്ക് മുഖ്യാതിഥിയൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതും കൂടെ നമുക്ക് പഠിച്ചു പോകണം. ആരായിരുന്നു മുഖ്യാതിഥി? അബ്ദുൽ ഫത്തേ എൽ-സിസി ആയിരുന്നു ഈജിപ്ഷ്യൻ പ്രസിഡന്റ്. അബ്ദുൽ ഫത്തേ എൽ-സിസി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ മുഖ്യാതിഥി എന്ന് പറയുന്നത്. ഓക്കെ, റിപ്പബ്ലിക് ദിന പരേഡില് പങ്കെടുത്തിട്ടുള്ള വിദേശ സൈന്യം എന്ന് പറയുന്നത് ആരാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈജിപ്ഷ്യൻ സൈന്യമാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഈജിപ്ഷ്യൻ സൈന്യമാണ് ഈ ഒരു റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തിട്ടുള്ള വിദേശ സൈന്യം എന്ന് പറയുന്നത്. ഓക്കെ, റിപ്പബ്ലിക് ദിന പരേഡില് ഡൽഹി പോലീസിനെ നയിച്ചിട്ടുള്ള മലയാളി IPS ഉദ്യോഗസ്ഥയുണ്ട്. ആരാണത്? ശ്വേത കെ സുഗതൻ. ആരാണ്? ശ്വേത കെ സുഗതൻ. എന്താണ് ശ്വേത കെ സുഗതന്റെ പ്രത്യേകത?
നമ്മുടെ 2023 റിപ്പബ്ലിക് ദിന പരേഡില് ഡൽഹി പോലീസിനെ നയിച്ചിട്ടുള്ള IPS വനിതയാണ്. ഓക്കെ, ഇനി 2023 ജനുവരി 26 റിപ്പബ്ലിക് ദിന പരേഡിൽ അവതരിപ്പിച്ചിട്ടുള്ള ഫ്ലോട്ടുകളിൽ നമുക്കറിയാം ഫ്ലോട്ടുകൾ നമ്മൾ കാണാൻ വേണ്ടി ഇരിക്കും, കൊടിയുയർത്തുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു ഫ്ലോട്ടുകളും ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ രാവിലെ തന്നെ TV വെച്ചൊക്കെ ഇരിക്കും അല്ലെ. ആ ഒരു ഫ്ലോട്ടുകളിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഉത്തരാഖണ്ഡാണ്. ആരാണ്? ഉത്തരാഖണ്ഡാണ്. ഓക്കെ, റിപ്പബ്ലിക് ദിന പരേഡില് കേരളം അവതരിപ്പിച്ചിട്ടുള്ള ടാബ്ലോ ഉണ്ട്. എന്താണ് അതിന്റെ പേര്? നാരി ശക്തി എന്നുള്ളതാണ്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പോൾ കേരളം അവതരിപ്പിച്ചിട്ടുള്ള ടാബ്ലോ എന്ന് പറയുന്നത് എന്താണ്? നാരി ശക്തി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 2023 റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോയി അല്ലെ. നോക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാറിന്റെ പേരാണ് ഇവ എന്ന് പറയുന്നത്. ഓക്കെ, ഇവ എന്ന് പറയുന്നത് സോളാർ എനർജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കാറാണ്. ഈ കാറിന്റെ റൂഫ് ഭാഗം എന്ന് പറയുന്നത് സോളാർ എനർജി എടുത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഇനി സൂര്യപ്രകാശം ഇല്ല എന്നുള്ളൊരു സാഹചര്യങ്ങളിൽ വൈദ്യുതിയിൽ നിന്നും എനർജി സ്വീകരിച്ചിട്ടും ഈ കാർ ഓടും എന്നുള്ളതാണ് ഇതിന്റെ ഡെവലപ്പേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ കാർ എന്ന് പറയുന്നത് ഇവ ആണ് എന്നുള്ളതാണ്. എന്താണ് സോളാർ കാറിന്റെ പേര്? ഇവ എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏതാന്നുള്ളതാ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഏതാണ്? കൊല്ലം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയിട്ടുള്ള ജില്ലയാണ്. അതായത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആ ഒരു ആശയങ്ങളും അത് നൽകുന്ന ആ ഒരു എന്താ പറയാ അവകാശങ്ങളും തുടങ്ങിയിട്ടുള്ള ഭരണഘടനയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടല്ലോ, അതിനെ പറ്റിയൊക്കെ ബോധവാന്മാരായിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭരണഘടനാ സാക്ഷരത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തില് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരത നേടിയിട്ടുള്ള ജില്ല എന്ന് പറയുന്നത് തന്നെ കൊല്ലമാണ്, കേരളത്തില്. അപ്പോൾ ഭരണഘടനാ സാക്ഷരത നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? അതും കൊല്ലം ജില്ലയിലുള്ള കുളത്തൂപ്പുഴയാണ്. ഓക്കെ, കൊല്ലം ജില്ലയിലുള്ള കുളത്തൂപ്പുഴയാണ് ഭരണഘടനാ സാക്ഷരത നേടിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത കാര്യം, എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ല എന്ന് പറയുന്നത് ഏതാണ്? വയനാടാണ്. ഓക്കെ, എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. ഓക്കെ, കേരളത്തിലെയാണ്. അപ്പൊ പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല എന്ന് ചോദിച്ചാലും ഉത്തരം കിട്ടും, വയനാടാണ്. ഇതേപോലെ തന്നെ ഭരണഘടനാ സാക്ഷരതയാണെങ്കിലും കേരളത്തിലെ ആദ്യത്തെ ജില്ല എന്ന് ചോദിച്ചാലും അത് കൊല്ലം തന്നെയാണ്. അതൊരു ലോജിക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വയനാടാണ്. അതേപോലെ തന്നെ എന്താണ് ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ്. ഓക്കെ, അടുത്ത കാര്യം നോക്കാം. അടുത്തതായിട്ട് രാജ്യത്തെ ഏറ്റവും ആഴം കൂടിയ ഭൂഗർഭ മെട്രോ ഏതാണ് എന്നുള്ളതാണ്. ഇത് ഓർത്തിരിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ചേനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല ആഴത്തിൽ നിന്ന് കുഴിച്ചാണ് നമ്മൾ എടുക്കുക അല്ലെ. അപ്പോൾ ചേന എന്ന് ഓർക്കുന്നത് പോലെ പൂനെയാണ് രാജ്യത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ഭൂഗർഭ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ ഭൂഗർഭ മെട്രോ സ്റ്റേഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊൽക്കത്തയാണ്. ഏറ്റവും ആഴത്തിലുള്ള ഭൂഗർഭ മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നതാണെങ്കിൽ പൂനെയാണ്. ഓക്കെ, അടുത്ത കാര്യം എന്താണ്? രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം നിലവിൽ വരുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. എവിടെയാണ്? അടൽ സേതു എന്നാണ് അതിന്റെ പേര്. മുംബൈയിലാണ് നിലവിൽ വരുന്നത്. രാജ്യത്തെ ഏറ്റവും നീളത്തിലുള്ള കടൽ പാലം എന്ന് പറയുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. അടൽ സേതു എന്നാണ് പേര്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം ഏതാണ്? നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക. അറിയുന്ന ആൾക്കാര് നോക്കാം ആർക്കൊക്കെ ശരിയായിട്ട് കിട്ടും എന്നുള്ളത്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം നിലവിൽ വരുന്നത് മുംബൈയിലാണ്. അടൽ സേതു ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് ഇത്തരത്തില് അടൽ സേതു എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്. ഈ ഒരു പാലത്തിന് 21.8 കിലോമീറ്ററോളമാണ് ഈ അടൽ സേതുവിന്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് എസ് ജയശങ്കർ ആരാണ്? വിദേശകാര്യമന്ത്രിയാണ്, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് അല്ലെ. അദ്ദേഹം ഫിജിയുടെ തലസ്ഥാനമായിട്ടുള്ള സുവയിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെയൊക്കെ യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സന്ദേശം എന്താ പറയുക അറിയിക്കുക, അല്ലെങ്കിൽ ആ ഒരു സന്ദേശം ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ്. എസ് ജയശങ്കർ ആണ് അത് എന്താ പറയുക അനാച്ഛാദനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് എന്നുള്ളത് നോക്കി വെക്കുക. അപ്പൊ ഈ ഒരു കൂട്ടത്തിൽ നമ്മൾ എന്തൊക്കെ
എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഏറ്റവും ആഴത്തിലുള്ള ഭൂഗർഭ മെട്രോ എന്ന് പറയുന്നത് പൂനെയിലാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോ എന്ന് പറയുന്നത് കൊൽക്കത്തയാണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലം നിലവിൽ വന്നിട്ടുണ്ട്, മുംബൈയിൽ അടൽ സേതു ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി എന്താ പറഞ്ഞേ? എസ് ജയശങ്കർ, നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. എവിടെയാണ്? ഫിജിയുടെ തലസ്ഥാനമായിട്ടുള്ള സുവയിലാണ് അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി അടുത്ത കാര്യം നോക്കാം. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ആധാർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലേ, യൂണിക് ഐഡന്റിഫിക്കേഷൻ ആണത്. എന്ന് പറഞ്ഞ പോലെ രാജ്യത്തിലുള്ള സ്ഥലങ്ങൾക്കെല്ലാം, അതായത് രാജ്യത്തെ എല്ലാ സ്ഥലങ്ങൾക്കും ഡിജിറ്റലായിട്ട് ആ സ്ഥലങ്ങളെല്ലാം രേഖപ്പെടുത്തുക എന്നുള്ളൊരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ഈ പറയുന്ന സ്ഥലങ്ങൾക്കെല്ലാം വരാനായിട്ട് പോവുകയാണ്. എന്താണ് അതിൻ്റെ ഒരു പേര് എന്ന് പറയുന്നത്? എന്താണ്? ആ ഒരു ഭൂവിവര ഡാറ്റാബേസ് തയ്യാറാക്കുന്നതിന്റെ പേര് എന്ന് പറയുന്നത് ഭൂ ആധാർ എന്നുള്ളതാണ്. ഈസിയാണ് കണ്ടുപിടിക്കാൻ. എന്താണ്? ഭൂ ആധാർ. എന്താണ് അതിന്റെ പ്രത്യേകത? രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളെയും ഡിജിറ്റലായിട്ട് രേഖപ്പെടുത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂവിവര ഡാറ്റാബേസ് ആയിരിക്കും ഈ തയ്യാറാക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് അതിന്റെ പേര്? ഭൂ ആധാർ, യുണീക് ലാൻഡ് പാർസൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നുള്ളതാണ് അതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താ പ്രത്യേകത? രാജ്യത്തുള്ള എല്ലാ സ്ഥലങ്ങൾക്കും ഇനി മുതൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡി ഉണ്ടാകും, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ട് അതിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അത് പഠിച്ചു. നമ്മൾ ഭൂ ആധാറിനെ കുറിച്ച് നോക്കി. അടുത്ത കാര്യം, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളടക്കം റിപ്പയർ ചെയ്യാനുള്ള അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലാണ് റൈറ്റ് ടു റിപ്പയർ എന്നുള്ളത്. അതായത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ അതിന് തകരാറ് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് പൊതുവെ അതിൻ്റെ ആ ഒരു ഉൽപ്പന്നം ആരാണോ നിർമ്മിച്ചിരിക്കുന്നത്, മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്, അവരെ സമീപിക്കേണ്ട അവസ്ഥ ചില സാധനങ്ങളുടെയൊക്കെ ഒരു റിപ്പയറിങ്ങിൽ വരാറുണ്ട് അല്ലേ. പക്ഷേ ഈ ഒരു സംവിധാനം പ്രകാരം നമ്മൾ ആ ഒരു വാങ്ങുന്ന ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് തന്നെ അല്ലെങ്കിൽ അയാളായിട്ട് ഏതെങ്കിലും ഒരു പേഴ്സണൽ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിനെ നന്നാക്കാനുള്ള അവകാശം വാങ്ങുന്ന ഉപഭോക്താവിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്കാർ ഈ ഒരു സാധനത്തെ എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നുള്ളതിൻ്റെ ആ ഒരു അറിവുകളുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന കുറച്ചധികം കാര്യങ്ങൾ, അതെല്ലാം ഉപഭോക്താവിനും കൂടെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ടു റിപ്പയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങുന്ന ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തീരുമാനിക്കാം അത് എവിടെ നന്നാക്കണം, എങ്ങനെ നന്നാക്കണം എന്നുള്ളതൊക്കെ. അത് ആ രീതിയിൽ ആ ഒരു റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ളതാണ് എന്താണ്? റൈറ്റ് ടു റിപ്പയർ എന്ന് പറയുന്ന ഒരു കേന്ദ്രീകൃത പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രാജ്യത്തെ ആദ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം എവിടെയാണത്? ഒരു ഡാർക്ക് റിസർവ് എവിടെയാണുള്ളത്? ഹാൻലെ എന്ന് പറയുന്ന സ്ഥലത്താണ്. ലഡാക്കിലെ ഹാൻലെ എന്ന് പറയുന്ന സ്ഥലത്താണ് രാജ്യത്തെ ആദ്യത്തെ രാത്രി വാന നിരീക്ഷണ കേന്ദ്രം ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ കൂട്ടത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ആദ്യം പഠിച്ചു രാജ്യത്തിലെ ഓരോ സ്ഥലങ്ങളെയും നമ്മൾ യുണീക്കായിട്ട് രേഖപ്പെടുത്താനായിട്ട് പോവുകയാണ്. ആ ഒരു ഭൂവിവര ഡാറ്റാബേസ് സംവിധാനത്തിന്റെ പേരാണ് ഭൂ ആധാർ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ റിപ്പയറിംഗ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രീകൃത പോർട്ടൽ ഉണ്ട്. ആ പോർട്ടലിന്റെ പേരാണ് റൈറ്റ് ടു റിപ്പയർ എന്ന് പറയുന്നത്. പിന്നെന്താ പറഞ്ഞേ? രാജ്യത്തെ വാനനിരീക്ഷണ കേന്ദ്രം എന്താണ്? രാത്രി വാന നിരീക്ഷണ കേന്ദ്രം ആദ്യത്തേത് നിലവിൽ വരാൻ പോവാണ്. എവിടെയാണ്? ഹാൻലെ, ലഡാക്കിലാണ് എന്നുള്ളത് പഠിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ് കുറച്ച് സമയത്തിനുള്ളിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുക എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ട് എടുത്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ എക്സാം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും കറണ്ട് അഫയേഴ്സ് പഠിക്കുക എന്നുള്ളത് അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യം നമുക്ക് കിട്ടണം. അതിലെ ഒരുപാട് ഫാക്റ്റുകൾ നമ്മൾ എഴുതി വെച്ച് എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ച് നമ്മൾ പഠിച്ചു പോകണം അല്ലേ. അപ്പോൾ അതിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി മുതൽ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള, ഇന്നിപ്പോൾ ഇന്ത്യ റിലേറ്റഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ ഓരോരോ കാര്യങ്ങളും സ്കീമുകളാവാം, പ്രധാനപ്പെട്ട വ്യൂഹങ്ങളാവാം, എല്ലാത്തിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസിന്റെ സീരീസിൽ ഡിസ്കസ് ചെയ്തു പോകും. നമ്മുടെ പരീക്ഷയുടെ കൺഫർമേഷൻ ഒക്കെ കൊടുത്ത് അവർ എക്സാം വരാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടാൻ പോകുന്ന വേറൊരു സംഗതി പരീക്ഷയെ എങ്ങനെ നേരിടും എന്നുള്ളതാണ്. നമുക്ക് കാര്യങ്ങൾ അറിയുമായിരിക്കും. ഒരാൾ 2000 ചോദ്യം പഠിച്ചു കാണും, ഒരാൾ 10000 ചോദ്യം പഠിച്ചു കാണും. പക്ഷെ അവിടുന്ന് ചോദിക്കുന്ന 100 ചോദ്യം നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി എഴുതാൻ പറ്റണം അല്ലേ. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, ഗോദ എന്നുള്ളൊരു പേരിൽ. അതിലെ ആദ്യത്തെ ടെസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ അത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ക്ലാസ്സിന്റെ ലൈവ്
വിശദമായിട്ടുള്ള ഡിസ്കഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മെയ് 28-ാം തീയതി ആ ഒരു അവസരം കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് ഈ ഒരു ലാസ്റ്റ് സമയത്ത് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് അതിന്റെ ഡിസ്കഷൻസ് പങ്കെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള സ്ട്രാറ്റജികളിലൂടെ നിങ്ങളിലേക്ക് ഫാക്റ്റുകൾ എത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ് KS മെന്ററിന് 5 ഒരാൾക്ക് സർക്കാർ ജോലി എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ക്ലാസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അല്ലാതെയുമുള്ള ഒരുപാട് ഉപകാരമുള്ള വീഡിയോസ് നമ്മുടെ ചാനലിനകത്തുണ്ട്. അതൊക്കെ എടുത്തൊന്ന് കണ്ടു നോക്കുക. ഇനി ഇത്തരത്തിലുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. കാലങ്ങളായി പഠിച്ചിട്ടും LDC നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ? LDC പരീക്ഷയ്ക്ക് ചുരുങ്ങിയ സമയത്തിൽ പഠിക്കാൻ ഇനിയുള്ള മാർഗം മോക്ക് ടെസ്റ്റുകൾ എഴുതി പഠിക്കുക എന്നതാണ്. AI ബേസ്ഡ് അനാലിസിസിലൂടെ KS മെന്റർ തയ്യാറാക്കിയ 15 ടെസ്റ്റുകൾ അടങ്ങുന്ന ടെസ്റ്റ് സീരീസ് ആണ് ഗോധ. മെയ് 28-ന് ആരംഭിക്കുന്ന ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഫോം ഫിൽ ചെയ്യുക. LDC എന്ന ഒറ്റ പരീക്ഷയിലൂടെ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാം.